ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പം വാർത്ത നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് നമ്മുടെ ന്യൂസ് ചാനലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നെന്മാറ എന്ന സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അരുംകൊലയുടെ ഓരോ വാർത്തകളും ആ പൊന്നു മക്കളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു മാതാപിതാക്കൾക്ക് സഹിക്കത്തില്ല. കാരണം ഇനി എത്ര വലിയ ഇപ്പം നമ്മുടെ സർക്കാരും കാര്യങ്ങളും പറയുന്നുണ്ട്, അഖിലയ്ക്കും അതുല്യയ്ക്കും എത്രത്തോളം സംരക്ഷണം നൽകണം അത്രയും സംരക്ഷണം നൽകുമെന്നൊക്കെ ഉറപ്പ് വരുത്തണമെന്ന് പറയുന്നു. പക്ഷേ ഇത്രയും നാളും അതുങ്ങൾക്ക് എന്തേ ഉറപ്പ് വരുത്താഞ്ഞത്? ആ ഉറപ്പ് നേരത്തെ വരുത്തിയിരുന്നെങ്കിൽ ഇന്ന് ആ കുഞ്ഞുങ്ങൾ ഇങ്ങനെ അലമുറയിട്ട് കരയുന്നത് കാണേണ്ടി വരുമായിരുന്നു. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മുടെ സർക്കാരാണെങ്കിലും നമ്മുടെ നിയമമാണെങ്കിലും കുറച്ചുകൂടെ ബലപ്പെടുത്താതെ ഇന്ന് ഈ കണ്ണുനീരിനൊന്നും ഒരു ഉത്തരവും ആർക്കും നൽകാൻ പറ്റത്തില്ല. നെന്മാറയിലെ ആ ഇരട്ടക്കൊലക്കേസ് ആദ്യം അതിൻ്റെ മാതാവിൻ്റെ ജീവൻ എടുക്കുന്നു. പിന്നെ വേണ്ട ആകെയുള്ള അതുങ്ങൾ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന തൻ്റെ അച്ഛനെയും അതുപോലെ തന്നെ വല്യുമ്മയാണ്. അതും ആ ഒരേ സമയം തന്നെ രണ്ടുപേരും ജീവൻ എടുക്കുന്നു. അവരുടെ കൺമുന്നിൽ പോയി പോലീസിനോട് യാചിക്കുന്നു, ഞങ്ങളെ സഹായിക്കണം, ഞങ്ങൾ പേടിച്ച് വിറച്ചാണ് വീട്ടിൽ നിൽക്കുന്നത്, ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളുടെ അച്ഛൻ പോയി, ഞങ്ങളുടെ വല്യമ്മ പോയി, ഞങ്ങളുടെ മാതാവ് പോയി, ആരുമില്ല, ഞങ്ങളെ സഹായിക്കണമെന്നൊക്കെ ആ കുട്ടികൾ പോയി യാചിക്കുമ്പോഴും പോലീസുകാർ കണ്ണ് തുറക്കാതെ ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് കാണാതെ അതുങ്ങളെ എത്രത്തോളം വേദനിപ്പിക്കാമോ അതുങ്ങൾക്ക് പൈസ ഇല്ലാഞ്ഞുകൊണ്ടാണോ, അതുങ്ങൾക്ക് സർക്കാരിൻ്റെയോ അല്ലെ വലിയ പാർട്ടിയുടെ ബലമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാഞ്ഞുകൊണ്ടാണോ അതുങ്ങളെ സഹായിക്കാതിരുന്നത്? കൺമുന്നിൽ വല്യമ്മയെ കൊലപ്പെടുത്തിയതിന് ശേഷം അത് പോയി പോലീസുകാരോട് യാചിക്കുകയാണ്, എൻ്റെ അച്ഛൻ്റെ ജീവനും പോകാൻ സാധ്യതയുണ്ട്, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണമെന്ന് പറയുമ്പോൾ ഇത്രയും മനുഷ്യത്വമില്ലാത്ത പോലീസുകാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ നാടിനോട് വെറുപ്പ് തോന്നുകയാണ്. കാരണം ഇങ്ങനെ വീണ്ടും വീണ്ടും നമ്മുടെ ഈ കേരളത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളും കൊലയും പീഡനവും ഇങ്ങനെ നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്തെന്നറിയുമോ? നമ്മുടെ നിയമം സ്ട്രോങ് അല്ല. നമ്മുടെ നിയമം ഒരിക്കലും ശരിയല്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലും അല്ലെ നമ്മുടെ ഈ കേരളത്തിൽ ഇങ്ങനെ ദിനം പ്രതി ഓരോരോ കുറ്റകൃത്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് പീഡനമാണെങ്കിൽ നാളെ കൊല, ഇങ്ങനെ ഓരോന്ന് ചെയ്യുവാൻ മനുഷ്യർക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ തോന്നാനുള്ള കാരണം, അവരെ പ്രേരിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് വെച്ചാൽ നിയമം ശരിയല്ല. നമ്മുടെ നിയമം ഒന്ന് ശക്തമായിട്ടുള്ള കാര്യങ്ങൾ നീക്കുകയായിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു സംഭവവും കാര്യങ്ങളും ഒന്നും നടക്കത്തില്ല. കാരണം ഒരു തെറ്റ് ചെയ്യുന്നവന് അതിന് നേരായിട്ടുള്ള ശിക്ഷ, അല്ലാതെ ജയിലിൽ കൊണ്ടുപോയി കുറച്ച് നാൾ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് ജയിലിൽ നല്ല ഫുഡും കാര്യങ്ങളും ആഹാരവും ഒക്കെ കൊടുത്ത് വീണ്ടും അവനെ ജയിലിൽ വേറെ പണിയോ കാര്യങ്ങളോ വെയിലോ ഒന്നും കൊള്ളാതെ ഇങ്ങനെ നടക്കുമല്ലേ, പിന്നെ തിന്നും ഒക്കെ കിടക്കുന്നവനെ വീണ്ടും വെളിയിലോട്ട് ഇറക്കി വിട്ടിട്ട് വീണ്ടും അവർക്ക് തെറ്റ് ചെയ്യാനാണ് അവർക്ക് വീണ്ടും തോന്നുന്നത്. കാരണം വീണ്ടും ജയിലിൽ പോയാൽ പിന്നെ നല്ല ആഹാരം കിട്ടും, നല്ല വേറെ കാര്യങ്ങളും ഒന്നും അറിയണ്ട. അപ്പോൾ അങ്ങനെ നടക്കാമെന്ന്. ഇപ്പോൾ ഒരു പീഡനം ചെയ്യുന്നവനെ ആ സെക്കൻഡ് തന്നെ ഏത് രീതിയിലാണ് ഒന്നി തൂക്കിക്കൊല്ലുക, അല്ലെങ്കിൽ കഴുത്തറുത്ത് കൊല്ലുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ നിയമം ഒന്ന് ശക്തമായിട്ട് ഒരു തെറ്റ് ഒരാളെ കാണിച്ച്, അതായത് ഇപ്പോൾ ഒരു പീഡനം ചെയ്യുന്നവനെ ആ സെക്കൻഡ് തന്നെ കൊല്ലുക, അത് എങ്ങനെയാണോ അയാൾ ചെയ്ത് ആ രീതിയിൽ തന്നെ തിരിച്ച് ആ പ്രതിയോട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു അവസ്ഥ വരത്തില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് തോന്നുന്നത്. നമ്മുടെ നിയമമൊക്കെ ശക്തമായി പൊയ്ക്കൊണ്ടിരുന്നത്. നമ്മൾ പറയാം ഈ അറബി അങ്ങോട്ട് അല്ലെങ്കിൽ സൗദി അറേബ്യ അങ്ങനെ വെളി രാജ്യങ്ങളിലൊക്കെ നിയമം, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യാത്തയൊക്കെ മനുഷ്യന്മാർ പറയുന്നുണ്ട്, നമ്മൾ കോടികൾ പിരിച്ചു കൊടുക്കുന്നുണ്ട്, കാരണം കയ്യബദ്ധം പറ്റിയതാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ അബ്ദുറഹ്മാൻ ഇങ്ങനെ പറയുന്നുണ്ട്, പല കേസുകളും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അവരെല്ലാം ശിക്ഷിക്കപ്പെടാതെ തെറ്റ് ചെയ്തോ അല്ലെ തെറ്റ് ചെയ്യാതിരിക്കുകയാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ അവിടത്തേക്ക് നിയമം ശക്തമാണ്. ഇന്നും അവരെ ജയിലിലിടാനുള്ള പ്രധാനപ്പെട്ട കാരണം തെളിഞ്ഞിട്ടില്ല. സത്യം വീട്ടുകാർ ക്ഷമിച്ചെന്ന് പറഞ്ഞിട്ട് പോലും ഇനിയും ഒരുപാട് പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ നടന്നാലേ അവരെ വെറുതെ വിടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നിയമം ശക്തമായിരുന്നെങ്കിലുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവം നടക്കത്തില്ല. കാരണം ആ രണ്ട് പെൺമക്കൾക്ക് ഇനി
ആരുണ്ട്? ഈ പറയുന്ന പോലീസുകാരുണ്ട്, ഈ പറയുന്ന സർക്കാരുണ്ട്. ചിലപ്പോൾ 1, 2, 3, 4 ദിവസം വാർത്തകളും ന്യൂസുകളും ഒക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ടൈമിൽ അവരെ സഹായിക്കാൻ കുറച്ച് മന്ത്രിമാരും കുറച്ച് പോലീസുകാരും കുറച്ച് പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ അവരുടെ വീട്ടിൽ ചെല്ലുമായിരിക്കും. പക്ഷേ അതുങ്ങൾക്ക് വേറെ ആരുണ്ട്? മാതാപിതാക്കളുണ്ട്, അല്ലേ? അത് കുറേ ബന്ധുക്കാരുണ്ടെന്ന് പറഞ്ഞാലും എത്ര ആരൊക്കെ ഇനിയുണ്ടെന്ന് പറഞ്ഞാലും തൻ്റെ അമ്മയോളം തൻ്റെ അച്ഛനോളം ആരും ആ മക്കൾക്ക് ഇനി ഉണ്ടാവില്ല. കാരണം ഒരു സങ്കടം വന്ന പെൺമക്കൾക്ക് തൻ്റെ അച്ഛനമ്മമാർ തന്നെ വേണം. ആൺകുട്ടികളാണെങ്കിലും അവർക്ക് തൻ്റെ മാതാപിതാക്കളോളം മറ്റാരും എത്ര അമ്മ അച്ഛൻ ഇന്ന് ചമഞ്ഞു ചെന്നാലും സ്വന്തം മാതാപിതാക്കളോളം മറ്റാരും ആവത്തില്ല. ഇപ്പം ഇന്ന് നെന്മാറയിൽ ആ കുട്ടി യാചിച്ചാണ് ആ പോലീസുകാരനോട് പോയി പറഞ്ഞത്, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളെ പേടിച്ചാണ് അവിടെ കഴിയുന്നത്, അയാൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഇത്രയും മനുഷ്യത്വം ഇല്ലാത്ത ആ പോലീസുകാരനെയൊക്കെ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ വെട്ടിക്കൊല്ലണം. കാരണം അവരെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ 10 മടങ്ങ് ശിക്ഷ കൊടുത്ത് അവരെയൊക്കെ വെട്ടിക്കൊല്ലുക തന്നെ വേണം. ഇനി അയാൾ ഇതുവരെ പിടിച്ചിട്ട് കൂടിയില്ല. എന്തുകൊണ്ട് പിടിക്കാത്തത്? നമ്മുടെയൊക്കെ നിയമം എവിടെ പോയി? നമ്മുടെയൊക്കെ പോലീസുകാരെവിടെ പോയി? ബാക്കി എല്ലാ കാര്യത്തിനും നിയമം ശക്തമാക്കി പെട്ടെന്ന് എല്ലാ നടപടികളും എടുക്കുമല്ലോ. പണമില്ലാത്തതിൻ്റെ പേരിലാണോ? അല്ലാതെ പദവി ഇല്ലാത്തതിൻ്റെ പേരിലാണോ? അല്ലാതെ നമ്മുടെ സർക്കാർ അല്ലെ രാഷ്ട്രീയമില്ലാത്തതിൻ്റെ പേരിലാണോ? എനിക്കറിയത്തില്ല. കാരണം ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത തെറ്റുകളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശരിക്കും എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കണം. കാരണം ആ നഷ്ടപ്പെട്ടത് ആ പെൺകുട്ടികൾക്കാണ്. ഇനി അവർക്ക് ആരുണ്ട്? ഇനി എല്ലാവരും ഇപ്പോൾ അതുങ്ങളെ സംരക്ഷിക്കാമെന്ന് പറയുന്നു, സർക്കാർ സംരക്ഷിക്കാമെന്ന് പറയുന്നു. ഇപ്പോഴായിരുന്നു അതുങ്ങളെ സംരക്ഷിക്കേണ്ടത്. ഇങ്ങനെ പറയുന്ന ചെന്താമര വീട്ടിൽ താമസിച്ചത് ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച് നെന്മാറ SHOയ്ക്ക് സസ്പെൻഷൻ. ഇപ്പോഴായിരുന്നു ഇത് കൊടുക്കേണ്ടത്. നേരത്തെ കൊടുക്കാൻ വയ്യായിരുന്നു, ഇപ്പോഴായിരുന്നു കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ